பாடாத ஊரிலே கொடிதான் பூ பூப்பதில்லை உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது இது கம்பன் பாடாத சிந்தனை உந்தன் காதோடு யார் சொன்னது. സൂചിപ്പാറയില്ലേ, അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയം 1:20. അപ്പം നമുക്ക് ഈ സൂചിപ്പാറ ഈ വെള്ളച്ചാട്ടത്തിൽ കയറണമെങ്കിൽ നമുക്ക് ആക്ച്വലി ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് വരുന്നത് അഡൽട്ട്സ് 150 രൂപയാണ്. പിന്നെ കിഡ്സിന് 11 ഇയേഴ്സ് ഓൾഡ് അല്ലെ 10 ഇയേഴ്സ് ഓൾഡിന് എന്തോ ഫ്രീയും കാര്യങ്ങളാണ്. പിന്നെ ഈ സംഭവം ഉണ്ടോ, ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കയറ്റാൻ പറ്റിയില്ല, ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുണ്ട്. കാരണം ഇത് ഫോറസ്റ്റാണ്. ഓക്കെ, അപ്പം നല്ല വെയിലുള്ള സമയത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവം. ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റും പിന്നെ മാഗി നൂഡിൽസും ഒരു സ്പ്രൈറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പം ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ കയറി വന്നിട്ട് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ നടക്കണം. അപ്പം നമ്മൾ ഈ ഇതിലൂടെയൊക്കെ കയറണമെങ്കിലുണ്ടല്ലോ, ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്, സൂചിപ്പാറ വാട്ടർഫാൾ. ഇവിടെ വേറെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും കൊണ്ടുവരില്ല, ഒരു പരിപാടിക്ക് പോവുകയും ചെയ്യരുത്. ഇങ്ങോട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും കയറ്റത്തില്ല കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടായിരുന്നു. നോ, അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഫുഡൊന്നും പറ്റത്തില്ലെന്ന്. പിന്നെ എന്തിനാണ് അത് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരള വനം വന്യജീവി വകുപ്പ്. ഓക്കെ, ഇത് ഫോറസ്റ്റാണ് കേട്ടോ മോനെ. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടക്കണമെന്നാണ് അവർ പറഞ്ഞത്. ചെറിയൊരു തണുപ്പുണ്ട്. ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ദ എർത്ത് ആൻഡ് ദി എയർ, ദ ലാൻഡ് inheritance from our forefathers, but heard the Lord from our children, so we have had over to them at least it as it was handed over to us. Who wrote this? മഹാത്മാ ഗാന്ധി. യെസ്. നമ്മൾ സിംഗപ്പൂരിൽ ഇങ്ങനെ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടോ? പക്ഷേ അവിടുത്തെ റോഡ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് നല്ല There are forests like this in Singapore at the Changi area, but then they allow us to bring plastics inside. But you cannot throw it there. പിന്നെ നമ്മളിങ്ങനെ നടന്ന് നമ്മളിവിടം വരെ എത്തി. അതായത് ഇവിടുന്ന് നേരെ ഇനി താഴോട്ടാണ് പോകേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കണേ. എസ്പെഷ്യലി ഈ എൻട്രി ടൈം. ഇപ്പോൾ ഈ സൂചിപ്പാറയിലാണെങ്കിൽ 8 AM to 5 PM ഉള്ളൂ കേട്ടോ. സ്ട്രിക്ട്ലി ടൈം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു താഴോട്ടങ്ങ് കൊണ്ട് കേട്ടോ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ നല്ല എളുപ്പമായിരിക്കും, കയറാൻ നല്ല പാടാണ്. ഇവിടുന്ന് ഇങ്ങനെയുള്ള കല്ലുകളായിരുന്നു കേട്ടോ അങ്ങ് മേളിൽ നിന്നുള്ളത്. അപ്പോൾ ആ കല്ലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലത്തെ കല്ലുകളായി. പക്ഷെ എൻ്റെ അമ്മേ, ഉയ്യോ, ഇതങ്ങ് താഴോട്ട് പോകണമല്ലോ. നമ്മൾ അവിടുന്ന് കയറിയിട്ട് പിന്നെ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ താഴോട്ട് പോകണം. ഇത് നമ്മളിവിടെ വന്നിട്ട് എല്ലാവരും ചെരുപ്പെല്ലാം ഊരിയിട്ട് കേട്ടോ. ഇതുകൊണ്ട് അവിടെ നമുക്കിങ്ങനെ ഷൂസൊക്കെ ഊരിയിടാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് പതുക്കെ ഇങ്ങനെ ഇറങ്ങാം. അങ്ങനെ നമ്മൾ നടന്ന് ഇതേ ഗൈസ് സൂചിപ്പാറ വാട്ടർഫാൾസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിതുകൊണ്ട് ഇപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കാണാൻ വന്നിരിക്കുന്നത്. അടിപൊളി സംഭവമാണ്. നല്ല തണുപ്പ്, ഭയങ്കരമായിട്ടുള്ള നല്ലൊരു മിസ്റ്റും തണുപ്പും ഒക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ള വയനാട്ടിലെ സൂചിപ്പാറ വാട്ടർഫാൾസ്. സീ ദ നാച്ചുറൽ ബ്യൂട്ടി. ഈ വെള്ളം ആക്ച്വലി നല്ല ഫോഴ്സിലാണ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത്. നമ്മൾ അത്രയും അവിടെ ഇങ്ങനെ പോയി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനത്തെ സാഹസികതയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സംഭവങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. ഇതെങ്ങനെയാണ്, ഇതൊക്കെ തെന്നിക്കിടക്കുവാണോ, എന്താണ് ഇത് സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. സോ യു ജസ്റ്റ് എൻജോയ് വെൻ യു കം ഹിയർ. നോ നീഡ് ടു ടേക്ക് എനി റിസ്ക്.
സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാ ഒഴുകി 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 പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഒഴുകി വരുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 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 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് മേളിൽ നിന്നാണ് വരുന്നത്. നല്ല ഒരു അടിപൊളി സ്ഥലമാണിത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇത് വരുന്നുണ്ട്, കുറേ ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടുകാരും അന്യ സംസ്ഥാനക്കാരും ഒക്കെയാണ് കൂടുതലും ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതൊരു പാറയാണ്. ആ പാറയുടെ ആ ഒരു ചെറിയൊരു ചാലുണ്ട്, അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ നല്ല ഫോഴ്സിൽ താഴോട്ട് വരുന്നത്. ഇത് നമ്മൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ സാഹസികതയും കാര്യങ്ങളൊന്നും ചെയ്യരുത്. ജസ്റ്റ് എൻജോയ് ചെയ്യുക, അതായത് സൈഡിൽ നിന്ന് എൻജോയ് ചെയ്യുക, എന്നിട്ട് നേരെ കയറി പോവുക. നമ്മളിപ്പോൾ ഈ സൂചിപ്പാറ വാട്ടർഫാൾസിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഫുൾ എന്താ പറയുക, മൊത്തം പാറയാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ അത്രയും മേളിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ നേരെ താഴോട്ട് ഇങ്ങോട്ട് വരണം. ഇനി നമ്മൾ താഴെ നിന്ന് നമ്മൾ മേളിലോട്ട് നമ്മൾ കയറി പോകണം. അപ്പോൾ സൂചിപ്പാറ വാട്ടർഫാൾസ് ഒരു മസ്റ്റ് വിസിറ്റാണ്. ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് നല്ല കാലാവസ്ഥയാണ്, ചൂടില്ല, ഇപ്പം മഴയില്ല, അതുകൊണ്ടിപ്പം വെയിലും ഈ ഒരു ഭാഗത്തും അടിക്കുന്നില്ല കേട്ടോ. അപ്പം എക്സ്പ്ലോർ സൂചിപ്പാറ വാട്ടർഫാൾസ്. അപ്പം നമ്മൾ ഈ താഴെ നിന്നുണ്ടല്ലോ കയറി നമ്മളിവിടെ വന്നു കേട്ടോ. അപ്പോൾ സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ഇഫ് യു ആർ നോട്ട് ഹിയർ പ്ലീസ് ഡു കം. ഇത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, 1 കിലോമീറ്റർ നമ്മൾ നടക്കണം കേട്ടോ താഴേന്ന്. അത് ഇവിടുന്ന് അവിടം വരെ പോകണം. പല കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. വെള്ളമൊന്നും കൊണ്ടുവരത്തില്ല, പക്ഷേ അവിടെ ഇടയ്ക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇടയ്ക്ക് റെസ്റ്റിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അതെവിടെയാണെന്നല്ലേ പറഞ്ഞുതരാം. സ്റ്റേ ട്യൂൺ ഗൈസ്.